ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ ഇത്തിരി നേരം വൈകിയിരുന്നു. ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ ആയപ്പോൾ ഞാനും എനിക്കിപ്പോൾ നേരം വൈകൂട്ടാ. ആകെപ്പാടി അവർക്ക് വെക്കേഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എനിക്കിപ്പോൾ നേരം വൈകി. അപ്പോൾ എനിക്ക് എന്ന സമയത്ത് അമ്മയാണ് അരിക്കൊക്കെ വെള്ളം ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞിട്ട് പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് അപ്പം വീഡിയോ ഇങ്ങനെ എടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഞാൻ ചിയ സീഡിൽ വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ അത് കുടിക്കണതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണികളൊക്കെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് വേണ്ടി ദോശയും സാമ്പാറാണ് ഉണ്ടാക്കണത്. അപ്പോൾ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്കത്തെ കറി തന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ ദോശയ്ക്ക് ചട്നിയൊക്കെ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അവിടെ വേറൊരു കറിയും കൂടി ഇങ്ങനെ വരാമല്ലോ. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ മത്തങ്ങയും പരിപ്പിട്ടിട്ട് ആദ്യം ഇങ്ങനെ വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും പോകുന്ന മത്തങ്ങയാണ് കേട്ടോ വാങ്ങുക. അപ്പോൾ പിന്നെ ഒരു സാമ്പാറിനുമായി അല്ലെങ്കിൽ പിന്നെ മത്തങ്ങയിൽ ശരിക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു മത്തങ്ങ കേട്ടോ വാങ്ങുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെന്തോന്ന് നോക്കിയിട്ട് ചോറ് ഒരുവിധം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മടച്ചിങ്ങനെ വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് അതും മാറ്റി വെച്ചിട്ട് പിന്നെ മുട്ട പുഴുങ്ങാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൂട്ടാം. അത് കഴിഞ്ഞിട്ട് സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറ് ഇങ്ങനെ വറക്കാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ മറ്റേ ഓട്ടക്കല്ലുണ്ടല്ലോ, ആ ഓട്ടക്കലത്തിലേക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ മറ്റേ ഓട്ടക്കയിൽ വെച്ചിട്ട് ഇങ്ങനെ കോരി അങ്ങനെ ഇടാൻ കേട്ടോ ചെയ്യണത്. അതിൻ്റെ കൂടെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അതിലേക്ക് വേവിച്ച മത്തങ്ങയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, പിന്നെ പുളി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ. ഞാനിവിടെ സാമ്പാർ പൊടി ബ്രാഹ്മിൻസിൻ്റെ ആണ് കേട്ടോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്കെന്താ വേറെ പൊടിയൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ട് വലിയ ടേസ്റ്റൊന്നും കിട്ടണില്ല. പക്ഷേ ബ്രാഹ്മിൻസിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് എനിക്ക് സാമ്പാറിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടിയത് കേട്ടോ. സാമ്പാറിലേക്ക് താളിച്ചിടാൻ വേണ്ടിയുള്ള വേപ്പില നമ്മുടെ വേപ്പുമ്മേന്ന് തന്നെയാണ് എടുക്കുന്നത്. ഈ വേപ്പില ആദ്യം പൊട്ടിക്കാനൊന്നും പറ്റിയിരുന്നില്ല, ഭയങ്കര ഹൈറ്റിലായിരുന്നു. അപ്പോൾ ഞാനിത് ഈ ജനുവരിയിൽ ഞാൻ ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ വെട്ടിയിരുന്നേ. അത് വെട്ടി കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞു അത് ഉണങ്ങി പോകുന്നൊക്കെ. പിന്നെ ഞാനത് നനച്ച് കൊടുത്തേ പിന്നെയാണ് അതിങ്ങനെ നല്ല നല്ല വലിയ ഇലയായിട്ടാണ് ഇപ്പോൾ വളർന്നേക്കണത്. അപ്പോൾ ഈ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാണ്ട് പിള്ളേർ ഇന്ന് എനിക്കപ്പോൾ നേരം വൈകിയിട്ടുണ്ട്. അപ്പം ഇനി അവർ കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി സമയമെടുക്കും. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ തന്നെ നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ ആളെണ്ണം വെച്ചുണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുറേ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇങ്ങനെ അത് കഴിക്കാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ മരം പോലെയായിട്ട് അത് പിന്നെ കാട്ടിക്കളയേണ്ട വരും. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടോടുകൂടി കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിറ്റടിക്കാൻ ഇറങ്ങിയിട്ടാ. ശരിക്കും എനിക്ക് രാവിലെ തന്നെ എനിക്ക് കഴിഞ്ഞാൽ മിറ്റടിക്കാൻ എന്താണ് ഇഷ്ടം. പക്ഷേ ചില സമയത്ത് നമ്മൾ എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ മിറ്റടിക്കണതിൻ്റെ കൂടെ നനയ്ക്കലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പണി ഒരുമിച്ചാണ് ഇങ്ങനെ പോണത്. അപ്പോൾ ഞാൻ ജാതിയുടെ കടയ്ക്ക് പൈപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് വാരാണ് കേട്ടോ. മിറ്റടി കഴിഞ്ഞപ്പോഴുള്ള ഞങ്ങളത് മിറ്റം നോക്കി നല്ല ഭംഗിയിലേക്ക് കിടക്കണ കാണാൻ എനിക്കിങ്ങനെ മിറ്റം കിടക്കുന്നത് കാണാനാണ് ഇഷ്ടം. മിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറികളുടെ അടുത്തൊക്കെ വന്നപ്പോൾ പച്ചക്കറിയിൽ ഞാൻ പടവലങ്ങ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പടവലങ്ങത്തെ ഒരു പടവലങ്ങ ഈ ഒരു അടയ്ക്കാമരത്തുമ്മയ്ക്ക് ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പെൺപൂവ് ഉണ്ടാവുമല്ലോ, ചെറിയൊരു കായ, അതും ഒരു പൂവ്. അപ്പോൾ അത് ഒരു 4 പൂവ് ഈ ഒരു തണ്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. അപ്പോൾ അത് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനിങ്ങനെ തട്ടി ഈ ഒരു നെറ്റുമേക്ക് ഇങ്ങനെ ഇടാൻ കേട്ടോ. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ 2 കായ ഉണ്ടായിട്ട. ഇതാണ് കേട്ടോ കുക്കുംബർ. ഇന്നത് പിന്നെ ഒരു ചെറിയൊരു വിളവെടുപ്പും കൂടി ഉണ്ട് കേട്ടോ. വഴുതനങ്ങയുടെ വിളവെടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്കിങ്ങനെ ഇതുമിന്ന് വഴുതനങ്ങ കിട്ടും കേട്ടോ, 1-2 പക്ഷേ ഇന്ന് കുറച്ചിങ്ങനെ കൂടുതൽ വഴുതനങ്ങയുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ പിള്ളേർക്കൊന്നും വഴുതനങ്ങ ഇഷ്ടമല്ല. അപ്പോൾ 3 വഴുതനങ്ങ ഞാൻ എടുത്തിട്ട് ബാക്കിയൊക്കെ തറവാട്ടിക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ വരാറായില്ല. അപ്പോൾ മല്ലിമുളകൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴുകുകയാണെങ്കിൽ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായി. ഇനി അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഏകദേശം ഒന്ന് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഗോതമ്പ് ഞാൻ റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ 3 മാസമായിട്ട് ഇങ്ങനെ വാങ്ങി വെച്ചതായിരുന്നു.
പണ്ട് ഒരു മാസം 5 കിലോയൊക്കെ ഗോതമ്പ് കിട്ടിയിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നീ കഴുകി ഉണക്കി വെക്കണം. ഗോതമ്പ് കഴുകാന്ന് വെച്ച് നോക്കുമ്പോൾ വെയിലൊക്കെ ഇങ്ങനെ മങ്ങി തുറക്കണ്ട, അപ്പോൾ ഉള്ള വെയിലത്തിട്ട് അതൊക്കെ ഒന്ന് ഉണക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അരി പൊടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു രാവിലെ തന്നെ എന്നിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് വാർന്നിട്ട് അങ്ങനെയല്ല പൊടിപ്പിക്കുക. അപ്പോൾ ഇതെന്തായാലും സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെ കാര്യം നോക്കാനിട്ടാ. അവരെ കുളിപ്പിച്ച് കഴിഞ്ഞ് റെഡിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മാറാലിങ്ങനെ അടിക്കാൻ വേണ്ടി വന്നേക്കാനിട്ടാ. ഇതുമേ നിറച്ചിങ്ങനെ മാറാലുണ്ടായിരുന്നു. അതൊക്കെ തട്ടി കഴിഞ്ഞിട്ട് തുടക്കൽ പിന്നെ കാക്കാന്ന് വിചാരിച്ച് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനിട്ടാ. ഇനി പറമ്പിലെ ചവറൊക്കെ അടിച്ചൊന്ന് തീടാന്ന് വെച്ച്. മഴക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കണേ, മഴ ഏത് ദിവസം ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാമല്ലോ. അപ്പോൾ ഈ ചവറും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ആകെ വൃത്തികേടാവും. പിന്നെ വിഷുവും വരാമല്ലോ, അപ്പോൾ അത് കയ്യോടെ ചവറൊക്കെ അടിച്ചൊന്ന് തീടാന്ന് വെച്ച്. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ ഉണക്കപ്പട്ടയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. ഇന്ന് കാക്കുളിശ്ശേരി പള്ളിയിൽ അമ്പ് പെരുന്നാളായിരുന്നു. അപ്പോൾ വൈകിട്ട് പിള്ളേരെയും കൊണ്ട് അമ്പ് പെരുന്നാളിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ചോദിച്ചൊന്ന് അവരെയും കൊണ്ട് പോയിട്ടാണ്. അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഡമ്മി ആനയെന്നാണ്. പിന്നെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഒറിജിനലാണ്. അപ്പോൾ ആനയുടെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.